അങ്ങനെ അഹമ്മദാബാദിൽ നിന്ന് നമ്മൾ ഡൽഹിയിലേക്ക് പോവാണ്. ജനറൽ ക്ലാസ് യാത്രയാണ്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഏകദേശം 16 മണിക്കൂർ ജേർണി ഉണ്ട് കേട്ടോ. ട്രെയിൻ അത്യാവശ്യം നല്ല ലേറ്റ് ആയിരുന്നു, 7 മണിക്കൂറൊക്കെ ലേറ്റാണ്. ഇവിടുന്ന് നേരെ പോകുന്നത് ജമാ മസ്ജിദിൻ്റെ ഭാഗത്തോട്ടാണ് കേട്ടോ. നമ്മൾ ബസ്സിലാണ് പോകുന്നത്. ഇവിടെ യാത്ര ചെയ്യാനൊക്കെ ഏറ്റവും ചീപ്പായിട്ടുള്ളത് ബസ്സാണ്. 5 രൂപ 10 രൂപയൊക്കെ ചാർജും കാര്യങ്ങളൊക്കെ വരുള്ളൂ. അവിടെ അടുത്ത് തന്നെ ആയിട്ടാണ് മാർക്കറ്റ് ഉള്ളത്. ഇവിടെ പർച്ചേസിങ്ങിനും അതുപോലെ തന്നെ ഫുഡ് എക്സ്പ്ലോറൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി സ്പോട്ടാണ് ഇവിടെ. ഇത് ഇവിടുത്തെ മുറാദാബാദി ബിരിയാണിയാണ്. അതുപോലെ തന്നെ ഇത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഷാഹി തുക്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. നമ്മൾ വരുമ്പോൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്യണം. ജസ്റ്റ് 50 രൂപയാണ് ഒരു പ്ലേറ്റിന്. ഇപ്പോൾ ഡൽഹിയിൽ വന്നിട്ടുള്ളതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവുകയാണ്. ഇവിടുന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ചീപ്പായതുകൊണ്ടാണ് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ കാരണം. അത്യാവശ്യം നല്ല വലിയ എയർപോർട്ടാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഡൽഹി എയർപോർട്ടിൽ. ടെർമിനൽ 3 എന്നാണ് ഇവിടെ നിന്നുള്ള യാത്ര. 5 ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് കാർഡ് ഇല്ലാതെ ക്യാഷ് കൊടുക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ ഏകദേശം 4000 സംതിങ് ആണ് ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഹൈ കോസ്റ്റ്ലിയാണ്. വാട്ടറിനും കൂടിയും ഭയങ്കര റേറ്റാണ്. ഈ ഒരു എമിറേറ്റ്സിലാണ് യാത്ര. ഇവിടുന്ന് നേരെ അബുദാബിയിലേക്കാണ്, കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. ഇതിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഓരോ സൈറ്റിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ. ഞാൻ അടുത്തത് adani.com എന്നുള്ള ഇതിലായിരുന്നു. അതിൽ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി റേറ്റ് കമ്മിയായിരുന്നു. അങ്ങനെ adani.com എന്ന് പറഞ്ഞ സൈറ്റിലാണ് എടുത്തത്. ഇതിൻ്റെ ഉള്ളിലേക്ക് അത്യാവശ്യം ഭയങ്കര ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ബിസിനസ് ക്ലാസ്സും അതുപോലെ തന്നെ ഫുഡും കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഫൈനലി അബുദാബിയിലെത്തി. ഇവിടുന്ന് കണക്ഷൻ ഫ്ലൈറ്റാണ്. അടുത്ത ഫ്ലൈറ്റ് എത്തിഹാദ് തന്നെയാണ്. ഇവിടെ ഏകദേശം 3 മണിക്കൂർ വെയിറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് അടുത്ത ഫ്ലൈറ്റ് ഉള്ളത്. അങ്ങനെ ഫൈനലി ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള പ്ലേസ് എത്തി, അഥവാ ഈജിപ്തിലെത്തി. ഈജിപ്തിൻ്റെ ഓവർവ്യൂ ആണ് കേട്ടോ. സൂപ്പറാണ് മേലെന്ന് കാണാനും കാര്യങ്ങളൊക്കെ. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ടൈമിൽ ഇറങ്ങുമ്പോഴും കയറുമ്പോഴും വേറൊരു സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. എയർപോർട്ടിൽ വലിയ ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാ പ്രൊസീജിയറൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി. ഇനി ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലുണ്ടാവും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പോവാട്ടോ. ഓക്കെ.